യാത്രികയിലേക്ക് സ്വാഗതം. സാധാരണ കുടുംബ ജീവിതത്തിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥ ജീവിതത്തിന്റെയും പരിമിതികൾക്കുള്ളിൽ നിന്ന് വചനപ്രഘോഷണ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വനിതയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ശ്രീമതി ആനി ജോസഫ് ഇളയിടം. കുടുംബജീവിതത്തിന്റെയും ഗവൺമെന്റ് ഉദ്യോഗത്തിന്റെയും ചുമതലകൾക്കിടയിൽ ക്രിസ്തുവിന്റെ സുവിശേഷകയായി തീർന്ന ആനി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ആനി ചേച്ചിക്ക് സഹയാത്രയിലേക്ക് സ്വാഗതം. കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കി ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി ഈ സമയം സമർപ്പിച്ച് ഇങ്ങനെയൊരു പുതിയ ജീവിതം നയിക്കുമ്പോൾ ആനി ചേച്ചി ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു ജീവിതമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനെ. കാരണം യാതൊരു ഇരുന്നിട്ടും അവിടേക്ക് കർത്താവിൻ്റെ കൃപ ചൊരിഞ്ഞ് അത് ഏശയ്യ 58:14 പറയുന്നുണ്ടല്ലോ, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സഞ്ചരിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും എളിയ നിലയിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിലൂടെ ഈശോ എൻ്റെ ജീവിത യാത്ര ഒരുവിധം പൂർത്തിയാക്കിയെന്ന് വേണം പറയാൻ. പിന്നെ നന്ദി നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പം ഞാൻ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ശുശ്രൂഷകരുടെയും പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് അടിസ്ഥാനം കുട്ടിക്കാലത്ത് അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനമാണ്. ആനി ചേച്ചിക്ക് ബാല്യകാലത്ത് ലഭിച്ച വിശ്വാസ പരിശീലനവും ആനി ചേച്ചിയുടെ പ്രാർത്ഥനാ രീതിയും ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചെന്ന് പറയുമ്പോൾ അന്ന് സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം സപ്പോർട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ പോലെയുള്ള കാലഘട്ടം അല്ല അന്ന് ധ്യാന മന്ദിരങ്ങളോ അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യൻ ധ്യാനങ്ങളോ ഒന്നുമില്ല. പക്ഷെ അന്ന് കുടുംബത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടിക്കൊണ്ടിരുന്നതും. അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചിത്രം എൻ്റെ അമ്മയുടെ ചിത്രമാണ്. അതായത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഉറക്കത്തിൽ വെളുപ്പിനെ അമ്മ മുട്ടുമേ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. തിരുഹൃദയ ജപമാലയാണ് അന്ന് ചെല്ലുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ വിളിച്ചെണീപ്പിക്കുക. എനിക്ക് ഞങ്ങൾ 4 കുട്ടികളാണ്. ഒരു സഹോദരനും 3 സഹോദരിമാർ. ഞങ്ങൾ ഉണരുന്നതിന് മുമ്പ് തന്നെ അമ്മ മുട്ടുമേ നിന്ന് കൈ വിരിച്ചു പിടിച്ച് തിരുഹൃദയ ജപമാല ചൊല്ലും. എന്നിട്ടാണ് പിന്നെ അമ്മ ഞങ്ങളെ വിളിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അമ്മ ഏറ്റവും കൂടുതൽ നിത്യസഹായ മാതാവിൻ്റെ ഭക്തയായിരുന്നു. അപ്പോൾ അമ്മ കൂടുതലും അക്കാലഘട്ടത്തിൽ നൊവേനയ്ക്കാണ് പള്ളികളിലൊക്കെ കൂടുതൽ പോകാറുള്ളത്, ഞായറാഴ്ച കുർബാനയ്ക്ക് പുറമെ. അപ്പോൾ അന്ന് അമ്മ ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പം കയ്യെ പിടിച്ച് ഞങ്ങൾ ഒത്തിരി വഴി നടക്കും. കാരണം ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയോ ബസ്സോ വാഹന സൗകര്യമൊന്നും അന്നില്ല. അപ്പോൾ അമ്മ ഞങ്ങളെ ഇങ്ങനെ കണ്ടം വരമ്പത്തൂടെയും ഷോർട്ട് കട്ട് കയറിക്കൊണ്ടുപോകുന്നതാണ്, കയ്യെ പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നത് അന്ന് ഇന്നും പ്രസിദ്ധി ആർജിച്ച തീർത്ഥാടന കേന്ദ്രം നാഗപ്പുഴ പള്ളി. ആ പള്ളിയിൽ ഞങ്ങൾ നടന്നു പോകും. അന്ന് ശനിയാഴ്ച ദിവസം അവിടെ നൊവേനയുണ്ട്. അപ്പോൾ ആ നൊവേനയിലൊക്കെ അമ്മ കാണിക്കുന്നത് കണ്ട് ഞാൻ ചെയ്യും. അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ അമ്മ മുട്ടുമേ നിന്നിട്ട് കമിഴ്ന്ന് വീണ് നെറ്റി മുട്ടിച്ച് തറയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതെന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അമ്മ കാണിക്കണത് പോലെ ഞാനും കാണിച്ചു തുടങ്ങി. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്നപ്പോഴും ഞാൻ അറിയാതെ തന്നെ ഞാൻ മുട്ടുകുത്തും, കമന്ന് നെറ്റി തൈയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ശൈശവത്തിൽ എൻ്റെ അമ്മയിലൂടെ എനിക്ക് അന്ന് കിട്ടി. അങ്ങനെ അന്നുള്ള ആ സന്ധിക്കുള്ള കുടുംബ പ്രാർത്ഥന, പ്രഭാതത്തിൽ ഉണർന്ന് അമ്മ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെയാണ് അന്ന് കണ്ടു വളർന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മയിലൂടെ എൻ്റെ അപ്പനിലൂടെ എനിക്ക് കിട്ടിയൊരു വിശ്വാസമാണ് എന്നെ ഈ നിലയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈശോ അനുവദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് പുറത്തു നിന്നുള്ള സമൂഹത്തിൽ നിന്ന് അന്ന് കുർബാനയുണ്ട്, കുട്ടികൾക്ക് വേദപാഠം ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ +2 വരെയുള്ള ക്ലാസ്സുകളോ ഒന്നുമില്ല, അത്ര സ്ട്രിക്റ്റും അല്ല അന്ന്.
പിന്നെ വഴി ഒത്തിരി ദൂരം പോകണം. നമ്മളൊരു ദേവാലയത്തിൽ എത്തപ്പെടണമെങ്കിൽ ഒത്തിരി ദൂരം പോകണം. ഇന്നത്തെ പോലെ പള്ളികളൊന്നും ധാരാളമായിട്ടില്ല, അടുത്തെങ്ങും ഇല്ല. അപ്പോൾ ആ കിട്ടുന്ന സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിനൊക്കെ അമ്മ ഞങ്ങളെ കൊണ്ടുവിടും. പക്ഷേ അമ്മയുടെ ആ പ്രാർത്ഥനാ ജീവിതമാണ് എൻ്റെ ജീവിതത്തിലും ഒരു ഏറ്റവും വലിയൊരു പരിശീലനത്തിന് ഉറവിടമായിട്ട് ഞാൻ കാണുന്നത്. ആനി ചേച്ചി ബാല്യകാലത്ത് ലഭിച്ച വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് ഈശോയെ സ്വീകരിച്ചപ്പോഴും വേദപാഠ ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ആനി ചേച്ചി പഠിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ആനി ചേച്ചിയുടെ ഒരു പേഴ്സണൽ പ്രാർത്ഥനാ രീതി എങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ബാല്യം മുതൽ കിട്ടിയ ഒരു പ്രാർത്ഥനയിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് നിത്യസഹായ മാതാവിനോടുള്ള നൊവേനയും ഭക്തിയായിരുന്നു. കാരണം അന്ന് എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. പിന്നെ വിശ്വാസ പരിശീലനത്തിൽ അത്ര പ്രസക്തമായിട്ട് വന്നില്ലെങ്കിൽ പോലും അതിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അതെല്ലാം എൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. സഭയുടെ ഓരോ കാര്യങ്ങളിലും ദൈവം എന്നെ അതിലൂടെ നയിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അന്ന് കുഞ്ഞായിരുന്നപ്പോൾ അത്ര തിരിച്ചറിവില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അതൊരു സ്വാധീനമായിട്ട് കടന്നു വന്നിട്ടുണ്ട് ആ കാലഘട്ടം. കാരണം ഇന്ന് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിക്കും. എത്ര വൈകി കിടന്നാലും 4 മണിക്ക് ഞാൻ ഉണരും. 4 മണി മുതൽ വരെ ഏതാണ്ട് 5:45 വരെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അന്നേരം ഈ പേഴ്സണൽ വ്യക്തിപരമായ പ്രാർത്ഥനയും ജപമാല, കരുണക്കൊന്ത ഒക്കെ അങ്ങനെ അന്നേരം കിട്ടുന്ന പ്രേരണ അനുസരിച്ച് പ്രാർത്ഥിക്കുക. അത് ഇന്ന് വരെ മുടങ്ങാറില്ല. പിന്നെ വൈകിട്ടുള്ള പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, അധികം നമ്മൾ മുടക്കാറില്ല. ഏതെങ്കിലും കാരണവശാൽ വിചാര യാത്രയിലൊക്കെ ആണെങ്കിൽ പോലും യാത്രയിൽ വരുമ്പം ഞങ്ങൾ കാറിൻ്റെ ഉള്ളിലാണെങ്കിലും ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോരാറുള്ളൂ, കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. കാരണം യാത്രയിലാണേലും ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. പിന്നെ മനസ്സുകൊണ്ടാണേലും ഈശോയെ സ്തുതിച്ച് ഇരിക്കും. പിന്നെ കിട്ടുന്ന സമയം ബൈബിള് വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കഴിയുന്നത് നഷ്ടപ്പെടുത്താതെ ഞാൻ നോക്കും. വളരെ സ്വാഭാവികമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്ന ആനി ചേച്ചി കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് കടന്നു വന്ന അതിനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? കരിസ്മാറ്റിക് ധ്യാനം കൂടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. ബാല്യം മുതൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് സാധാ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്ന ഞാൻ വിവാഹിതയായി, 2 കുട്ടികളുമായി. അതിനു മുമ്പ് എനിക്ക് താൽക്കാലികമായിട്ടായിരുന്നു ജോലിയൊക്കെ ഉണ്ടായിരുന്നത്, എംപ്ലോയ്മെൻറ്റ് സർവീസ് മുഖേന. അത് കഴിഞ്ഞ് പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ആ ജോലിയിൽ പ്രവേശിച്ച് കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് കരിസ്മാറ്റിക് ധ്യാനം കൂടാനിടയായത്. കാരണം ഭർത്താവിന് ബാങ്കിൽ ജോലിയായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അല്പാൽപ്പം മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതങ്ങ് വളർന്നു, അതൊരാസക്തിയായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ലോകത്തിൽ കിട്ടുന്ന മറ്റ് പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഈ മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാണ്. ബുദ്ധിപരമായിട്ടും സാമൂഹികപരമായിട്ടും മെഡിസിനായിട്ടും ഒക്കെ നോക്കിയിട്ടും അതിന് ഫലം കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള സാധ്യതകൾ മാഞ്ഞു, ഇനി ഇല്ല എന്നൊരു തീരുമാനം മനസ്സിൽ വന്നപ്പോൾ ഇനി ഇതൊന്ന് നോക്കാം. അന്ന് അറിയില്ല ധ്യാനം എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു എൻ്റെ ജീവിതത്തിൽ. അതായത് ഏതാണ്ട് 16 വർഷത്തോളം മദ്യപിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ലാസ്റ്റ് സ്റ്റേജിലെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിലെത്തിയായിരുന്നു മദ്യപാനത്തിൻ്റെ. അപ്പോൾ ഞാൻ ഓഫീസിലിരുന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ വന്നിട്ട് പറയും, ഇങ്ങനെ അനിമാടത്തിൻ്റെ ഹസ്ബൻഡ് റോഡിൽ നിൽപ്പുണ്ട്, പക്ഷെ പുള്ളി ഇത്തിരി ഫിറ്റായിട്ടാണ് നിൽക്കണേ. പുള്ളി ബാങ്കിലാണ് ജോലി. അപ്പോൾ ഇത് കേൾക്കുമ്പം അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ പറ്റില്ല ഓഫീസിൽ. അപ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വീഴും, ഫയലിൽ വീഴും. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയെല്ലാം ചെയ്തിട്ടും ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഇനി ഇതൊന്ന് നോക്കാം. അന്ന് നമുക്കറിയില്ല, അന്ന് കരിസ്മാറ്റിക് രംഗത്ത് വളരെ ഒന്നും ആയിട്ടൊന്നുമില്ല. അന്നേരം എന്താണ് ഈ ധ്യാനം എന്നൊന്നും അറിയില്ല. എന്തായാലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായിട്ട് കടന്നുപോയി. ഞങ്ങൾ 2 പേരും കൂടെ ആണ്.
അപ്പോൾ എൻ്റെ വിചാരം ഈ ധ്യാനത്തിലൂടെ പുള്ളിക്കാരൻ്റെ മദ്യപാനം മാറണം, അത്ര മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. എന്നിട്ട് സന്തോഷമുള്ളൊരു കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല സമാധാനം. എൻ്റെ നല്ല 2 മക്കൾ, സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു കുടുംബജീവിതം, ഉദ്യോഗം 2 പേർക്കും ഉണ്ട്, സാമ്പത്തികവും വലിയ കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി ജീവിതം നയിക്കണം. പക്ഷേ ഇതിങ്ങനെ വരണം. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ട് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കണ കുറച്ച് പേർക്കൊക്കെ അറിയാവുള്ളൂ ഈ രഹസ്യം. അപ്പോൾ ഇതാരും അറിയാതെ പുള്ളീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ഓർത്താണ് ഈ ധ്യാനത്തിന്, ആരും അറിയാതെ ഞങ്ങൾ ധ്യാനത്തിന് പോവുക. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇടയായപ്പം എനിക്ക് മനസ്സിലായി, ഈ എൻ്റെ ഭർത്താവിനുള്ള ആസക്തിയേക്കാൾ, മദ്യപാനാസക്തിയേക്കാൾ കൂടിയ ആസക്തി എനിക്കുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ തിരിച്ചറിയുമായിരുന്നു, എനിക്കുണ്ടല്ലോ ആസക്തികൾ. കാരണം എനിക്കന്ന് ഭയങ്കര സ്വർണത്തോട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് നടക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. നല്ല മാന്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, അപ്പോൾ ഇതെൻ്റെ ഒരു ആസക്തിയല്ലേ, ഇതുപോലെയല്ലേ എൻ്റെ ഭർത്താവിനൊരാസക്തി, അപ്പോൾ ഇത് സ്വയം മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ അതുവരെ ഓർത്തുകൊണ്ടിരുന്ന ഈ ആസക്തി, മദ്യത്തിന് ആസക്തി ഉള്ളത് കൊണ്ട് എനിക്ക് ഈ പുള്ളിയോട് പലപ്പോഴും വെറുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം എത്ര പറഞ്ഞാൽ ഇതങ്ങ് നിൽക്കാൻ പറ്റില്ല, ഇത് മാറ്റാൻ പാടില്ല എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ ആ ധ്യാനത്തിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മനുഷ്യൻ അസാധ്യമാണ്. പക്ഷെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയാലും മാറിയില്ലെങ്കിലും നീ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഞാൻ സ്നേഹിക്കും. അവിടെ ഇരുന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഓരോ വചനം കേൾക്കുമ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ ഇത് കേൾക്കുന്നുണ്ടോ പുള്ളിക്കാരന്? കാരണം ഇത് കേട്ടാൽ മാനസാന്തരം വരുമെന്നാണ് എൻ്റെ ചിന്തയിരുന്നത് അന്ന് മുഴുവന്. പക്ഷേ ആ ധ്യാനത്തിൽ എനിക്ക് മാനസാന്തരം ഉണ്ടായി. കാരണം ജീവിതം ഇതല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി. ആ ധ്യാനത്തിന് ലാസ്റ്റ് ഡേയിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറിയാലും മാറിയില്ലെങ്കിലും ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് ബൈബിളൊന്നും എനിക്ക് സ്വന്തമായിട്ടില്ല, വീട്ടിലൊരു ബൈബിളുണ്ട് കുടുംബത്തിൽ വായിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു ബൈബിള് വാങ്ങിച്ചു. ലാസ്റ്റ് ഡേ തീരുവ ബൈബിള് വാങ്ങിച്ചപ്പോൾ രാത്രിയില്ല, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആ ക്രൂശിപ്പെട്ട രൂപത്തേക്ക് നോക്കിയിട്ട് ഈശോയ്ക്കൊരു വാക്ക് കൊടുത്തു. ഞാൻ ഈ ആസക്തി മാറ്റാൻ വന്നതാണല്ലോ, പക്ഷെ ഇത് മാറിയാലും മാറിയില്ലേലും ഇനി ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കും. നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും. എനിക്കങ്ങനെ തോന്നുക സ്നേഹിക്കാനായിട്ട്. പക്ഷെ ഞാൻ അതിൻ്റെ നന്ദിയായിട്ട് ഞാൻ മരിക്കുന്നത് വരെ, ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു വചനമെങ്കിലും ഞാൻ വായിക്കും. സാധിച്ചാൽ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് കിടന്നുറങ്ങുള്ളൂ. ഇങ്ങനെ തോന്നി ഞാനത് പറഞ്ഞു. എന്നിട്ട് ആ ബൈബിള് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോരുന്ന ലാസ്റ്റത്തെ പ്രെയറിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് തന്നെ ഇനി ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. വന്നില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഇത് ഞാൻ പാലിക്കും. എന്തോ ഒരു ഭയങ്കര വാശിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ധ്യാന മന്ദിരത്തിൻ്റെ ഗേറ്റ് കടന്ന് പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. വന്നില്ലേ ഞാൻ പോകില്ല. പിടിച്ച് കൊച്ചു പിള്ളേർ ശാഠ്യം പിടിക്കുന്ന പോലെ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ പുള്ളി മരിക്കുന്നത് വരെ മദ്യപിച്ചിട്ടില്ല. ഏതാണ്ട് 16 വർഷത്തോളം മദ്യപാനമില്ല, പുകവലിയില്ല. അന്ന് പുള്ളി മദ്യപിക്കുകയും വെറ്റില മുറുക്കും സിഗരറ്റ് വലിക്കും, ചെയിൻ സ്മോക്കറായിരുന്നു. അതെല്ലാം ആ ധ്യാനത്തോടു കൂടി തമ്പുരാൻ എടുത്തു മാറ്റി കളഞ്ഞു. പിന്നെ സഭയോട് ചേർന്ന് പുള്ളിയും പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഞാനും സഭയോട് ചേർന്ന് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഒരു ഇൻസിഡൻ്റാണ്, അതാണ് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഈശോ എന്നെ മനസ്സിലാക്കി തരുമായിരുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ബൈബിള് വായിക്കാനൊക്കെ ഒരാഗ്രഹം തോന്നുക. അതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലാത്ത. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ വചനം പറഞ്ഞ എൻ്റെ പിള്ളേരോടാണ്. എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പോൾ അവരോട് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റുകയല്ല, നാണവും കൂടെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പറയും, മക്കളെ,
മമ്മി ഒരു വചനം പറയാം, അത് ശരിയാണോ എന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ അവരോട്. പക്ഷെ ഞാനത് പറയുന്നതിൻ്റെ രഹസ്യം ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് എന്നെ ആരും നാട്ടിലുള്ളവരൊന്നും അങ്ങനെ അറിയാല്ല, എൻ്റെ ഉദ്യോഗത്തിൻ്റെ ഇതിൽ വെച്ച് അറിയും, വീട്ടുകാരൊക്കെ അറിയുന്നേ ഉള്ളൂ. പക്ഷേ ഈ വചനം പറഞ്ഞു കൊടുക്കാനും കാണാതെ അറിയത്തുമില്ല. പക്ഷേ ഞാൻ നോക്കി വെച്ചൊക്കെ പറഞ്ഞ ആ വാക്ക് ഞാൻ പാലിക്കും. പിന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും വചനം വായിക്കാതെ ഞാൻ ബെഡിൽ കിടക്കുകയില്ല. അതിങ്ങനെ തുടർന്നു പോന്നു. അങ്ങനെ ആ വർഷങ്ങൾ കഴിഞ്ഞു. 1998 ഞാൻ മനസ്സിലാക്കുവാണ് ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അൽമായർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജോലിയിലിരിക്കുക, ലീവൊന്നും കിട്ടില്ല. 1.5 മാസക്കാലമാണ് അത്. 1.5 മാസത്തെ കോഴ്സാണ്, റെസിഡൻഷ്യലാണ്. അപ്പോൾ അവിടെ പോയി താമസിക്കണം. അപ്പോൾ ഗവൺമെൻറ് പോസ്റ്റിലിരിക്കുന്നു, ലീവ് കിട്ടാൻ ബുദ്ധിമുട്ട്, എല്ലാ പ്രശ്നങ്ങളുമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ പോയി കൂടിക്കോളാൻ പറഞ്ഞു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പിള്ളേരും സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ ബൈബിൾ കോളേജിൽ 1998 ജനുവരി 4 ആരംഭിക്കുന്ന ബൈബിൾ കോളേജിൽ പോയി ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ അതിന് മുമ്പുള്ള ആ ഒരു ചെറിയ പീരീഡുണ്ട്. അത് 1992 ഞാനും പുള്ളിയും കൂടെ ധ്യാനത്തിന് പോകുന്നത്. അത് കഴിഞ്ഞുള്ള ആ വർഷങ്ങളിൽ ഞാൻ ബൈബിള് 2-3 ആവർത്തി കംപ്ലീറ്റ് വായിച്ചു. വായിക്കുമ്പോഴൊക്കെ എനിക്ക് സംശയം, ഒരധ്യായത്തിൽ പറഞ്ഞല്ല പിന്നത്തെ, ഒരു സുവിശേഷം പറയണമല്ല മറ്റേ. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ പല വൈദികരോടും ഇത്തിരി ബൈബിളിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇതെന്നതാ ഇങ്ങനെ പറഞ്ഞ. അപ്പം എനിക്ക് തൃപ്തികരമായ ഒരു രീതിയിലൊരു മറുപടി എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത് എവിടെ ചെന്ന് പഠിക്കും, വൈദികരെയൊക്കെ അല്ലേ പഠിപ്പിക്കുകയുള്ളൂ, അപ്പോൾ അൽമായരെവിടെ, അതും സ്ത്രീ ആയിട്ടിരിക്കണേ, എന്നെ ആര് പഠിപ്പിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ബാങ്കിൽ നിന്ന് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞെടി ബൈബിൾ കോളേജ് തുടങ്ങുന്നെന്നും പറഞ്ഞുകൊണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ കണ്ടിട്ടുണ്ട്, നീ പറയല്ലേ എപ്പോഴും പോയി പഠിക്കണമെന്ന്, എന്നാൽ അത് ഇങ്ങനെയുണ്ട്. അത് മംഗളം ഏതോ ഒരു ന്യൂസ് പേപ്പറിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ ബൈബിൾ കോളേജിനെ കുറിച്ച് അറിഞ്ഞ് പഠിക്കാനായിട്ട് പോകാനായിട്ട് ഇടയായത്. എൻ്റെ ജീവിതം തന്നെയാണ് കർത്താവ് ഉപയോഗിച്ചത് ഈ കരിസ്മാറ്റിക് രംഗത്തേക്ക് കടന്നു വരാൻ. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ കർത്താവ് എന്നെ വഴി നടത്തുമായിരുന്നു അതിലേക്ക്. അപ്പം ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുവാണ്, ഞാൻ അന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ ഭർത്താവിനൊരു മദ്യാസക്തി ദൈവം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ രംഗത്ത് ഇപ്പം ഇവിടെ ഇരിക്കില്ല. അപ്പോൾ ഇത്രയും സൗഭാഗ്യപ്പെട്ട ഒരു ജീവിതം നീ എനിക്ക് തരാൻ വേണ്ടി എന്നെ ആ വഴിയിലൂടെ ഞാൻ നയിച്ചു. അതിനാ നന്ദി ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോട് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ എനിക്ക് തന്നു. അതുകൊണ്ട് കരിസ്മാറ്റിക് രംഗത്തേക്ക് ഞാൻ കടന്നു വരിക ചെയ്തത്. ഞങ്ങൾക്ക് പോലും വളരെയധികം പ്രയർ ലൈഫിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. അവളുടെ ജീവിതം ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഭവം കൂടിയാണ് ആനിയുടെ ജീവിതം. അവരുടെ പ്രസംഗങ്ങളും അവരുടെ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടി നവീകരിക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ആനി ജോൺ. എൻ്റെ മകൾക്ക് ആനിമമ്മി നല്ലൊരു അമ്മ കൂടി എന്നേക്കാളും ഉപരിയായി എൻ്റെ മകളെ ആനിമമ്മി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും സ്വന്തം മകളെ സ്നേഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഒരു അമ്മായിയമ്മയ്ക്ക് മരുമകളെ മകളായിട്ട് കാണാനായിട്ട് ഭയങ്കര എല്ലാവർക്കും അങ്ങനെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ മമ്മിക്കത് നന്നായിട്ട് സാധിച്ചു. മമ്മിയുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജോലി സ്ഥലത്താണേലും യാത്രയിലാണേലും മമ്മിയുടെ പ്രാർത്ഥനയും അത് പ്രാർത്ഥിക്കാനുള്ള പറഞ്ഞു തന്നുള്ള പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള പ്രചോദനങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളിലും മമ്മിയെ ഞാനൊരു റോൾ മോഡലായിട്ടാണ് കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചില ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് മമ്മി എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ് മിക്ക കാര്യങ്ങളും ചെയ്യാറ്. ബൈബിൾ നഴ്സറി കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിൽ അതായത് സൈക്കോളജിക്കലായിട്ടും അതുപോലെ ആത്മീയമായിട്ട് വചനാധിഷ്ഠിതമായിട്ടുള്ള പ്ലേവേ മെത്തേഡിലൂടെ കുട്ടികളെ വചനം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാനൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ
എനിക്ക് നിമിഷം കൊണ്ട് ഇതെല്ലാം ഇങ്ങ് കിട്ടുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ എൻ്റെ 2 ആൺപിള്ളേരുടെ തലയിലും കൈ വെച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ വീടിൻ്റെ വാതുക്കൽ നിർത്തിയിട്ട് രൂപത്തിൻ്റെ താഴെ നിർത്തിയിട്ട് ഇവരുടെ തലയെ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പം എനിക്ക് മലയാള ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഒന്നും പ്രാർത്ഥന വരുന്നില്ല. ഈ ഭാഷാവരം ഇങ്ങോട്ട് വരിക. ഇന്ന് ഞാൻ സഹനത്തെ സന്തോഷകരമായ ഒരു ആനന്ദമായിട്ട് ഏറ്റെടുക്കുക. കാരണം സഹനം ഇല്ലെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥനയ്ക്ക് പോലും എരിവും പുളിയില്ല എന്ന് പറയും. ഇച്ചിരി സഹനം അലച്ചിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഈശോയുടെ സ്നേഹം കൂടുക.